കറുപ്പ് സിനിമയുടെ പ്രൊഡ്യൂസറുടെ ഒരു ഇഷ്യൂ കാരണമാണ് ഇന്നലെ പറഞ്ഞിരുന്ന FDFS അതെല്ലാം ക്യാൻസലാക്കി സിനിമ ഇന്ന് റിലീസായത്. അപ്പോൾ ഇന്നലത്തെ ഷോ ക്യാൻസൽ ആയപ്പോൾ എനിക്ക് ആ പ്രൊഡ്യൂസറിനോട് നല്ല ദേഷ്യം തോന്നി. പക്ഷെ ഇന്ന് സിനിമ കണ്ടിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ പ്രൊഡ്യൂസർ നമ്മൾ പ്രേക്ഷകരെ സഹായിക്കാൻ നോക്കിയതാണെന്നുള്ള കാര്യം. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ആകെ പറയാനുള്ളത് ഇന്ദ്രൻ ചേട്ടന്റെ കുറച്ച് അടിപൊളി മൊമെന്റ്സ് ഉള്ള പെർഫോമൻസ്, സൂര്യയുടെ കുറച്ച് ഫാൻസി ഡ്രസ്സ്, ലിയോ, കാന്താര, ജയ്ഭീം എന്നീ സിനിമകളുടെ കുറച്ച് റെഫറൻസ് ഉള്ള കുറച്ച് കോമഡി മൊമെന്റ്സ്, തെക്കോട്ട് ലിപ്പും വടക്കോട്ട് ഡബ്ബിങ്ങും പോകുന്ന തൃഷയുടെ ഒരു വൃത്തിയായിട്ട പെർഫോമൻസ്, സ്പൂഫ് എന്ന് പറഞ്ഞ് എന്ത് കോപ്രായം കാണിച്ചാലും നമ്മൾ കൈയടിക്കണം, നോ ലോജിക് ഒള്ളി മാഡ്നസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പടം വിജയിപ്പിക്കണം എന്നുള്ള ചിന്ത കൊണ്ടുണ്ടായ ഈ സിനിമ കണ്ടിട്ട് കാർത്തി പറഞ്ഞത് സൂര്യണ്ണന്റെ പെർഫോമൻസ് കണ്ടിട്ട് ബാഹുബലിനെ ഓർമ്മ വന്നു എന്നുള്ളതാണ്. ശരിക്കും ബാഹുബലിയുടെ അവസ്ഥയല്ല, ബാഹുബലി സിനിമയ്ക്ക് ശേഷം പ്രഭാസിന്റെ ഒരു ദയനീയ അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് സൂര്യ ഈ സിനിമയിൽ മൊത്തത്തിലുള്ളത്. ഇത് സൂര്യണ്ണന്റെ 10ാമത്തെ കംബാക്ക് ആണ്. ഇനി 11ാമത്തെ കംബാക്ക് എന്ന് പറഞ്ഞ് വീണ്ടും വരരുത്, ഞാൻ എണ്ണിൽ നിർത്തി.